ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലെറ്റ്സ് ലേൺ സിവിൽ എഞ്ചിനീയറിംഗ് ക്ലാസ് റൂമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സെപ്റ്റംബർ 24 നടക്കാനിരിക്കുന്ന ഓവർസിയർ ഗ്രേഡ് എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയുടെ സീരീസിലൂടെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ ഒരു പുതിയ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സ്റ്റാർട്ടിംഗ് ആണ്. കേരള അഗ്രോ മെഷീനറി ലിമിറ്റഡിൽ ഓവർസിയറിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 2013 ഈ എക്സാം നടന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ ആദ്യത്തെ വീഡിയോ ആണ്, ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആദ്യത്തെ വീഡിയോ ആണ്. ആദ്യത്തെ 10 ക്വസ്റ്റ്യൻ ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ മുൻപത്തെ വീഡിയോകളിൽ നിങ്ങൾക്ക് ഈ എക്സാം വരാൻ പോകുന്ന എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങൾക്ക് കാണാം. ഇപ്പൊ ഇതുവരെ നമ്മൾ 5 ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഈ എക്സാമിന് വേണ്ടിയിട്ട്. ഇനി 6ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻസിലോട്ട് കടക്കുന്നതിന് മുമ്പ് എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്ക് ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം ഏതാണെന്ന് നോക്കാം. ദ ഡയമണ്ട് കോൺ ഇൻഡന്റർ ഈസ് യൂസ്ഡ് ഇൻ. ഡയമണ്ട് കോൺ ഇൻഡന്റർ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പം ഇവിടെ ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ള ബ്രിണൽ ഹാർഡ്നെസ് ടെസ്റ്റ്, വിക്കേഴ്സ് ഹാർഡ്നെസ് ടെസ്റ്റ്, റോക്ക്വെൽ ഹാർഡ്നെസ് ടെസ്റ്റ്, അതേപോലെ തന്നെ ഡയറക്റ്റ് ഷിയർ ടെസ്റ്റ്, ഇങ്ങനെ 4 ടെസ്റ്റുകളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ പോർഷൻ ഏതുമായിട്ട് റിലേറ്റ് ചെയ്തതാണെന്ന് പറയാം. മെറ്റീരിയൽ ടെസ്റ്റിംഗുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഭാഗമാണിത്. അല്ലെങ്കിൽ മെറ്റീരിയലിന്റെ ഹാർഡ്നെസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ചില ടെസ്റ്റുകളാണ് നമ്മൾ താഴെ കൊടുത്തിട്ടുള്ളത്. മെയിൻലി ബ്രാസോ അല്ലെങ്കിൽ സ്റ്റീലോ പോലെയുള്ള മെറ്റീരിയലുകളുടെ ഹാർഡ്നെസ് എത്രത്തോളം ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന ടെസ്റ്റുകളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഹാർഡ്നെസ് എന്താണ് എന്ന് നമുക്കറിയാം. റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് സ്ക്രാച്ചിങ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് അബ്രേഷൻ എന്നൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഹാർഡ്നെസ്സിന് പറയാം. അപ്പൊ ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ ഈ സ്ക്രാച്ചിങ്ങിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഒരു ഇംപ്രഷനെ റെസിസ്റ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ പെനട്രേഷനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു മെറ്റീരിയലിന്റെ കഴിവിനെയാണ് നമ്മൾ ഹാർഡ്നെസ് എന്ന് പറയാം. ഹാർഡ്നെസ് മെഷർ ചെയ്യാറുള്ളത് നമ്പേഴ്സിലാണ്. ബ്രിണൽ ഹാർഡ്നെസ് ടെസ്റ്റ് ആണെങ്കിൽ ബ്രിണൽ ഹാർഡ്നെസ് നമ്പറിലാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, ഹാർഡ്നെസ് മെഷർ ചെയ്യാറുള്ളത്. അതേപോലെ തന്നെ റോക്ക്വെൽ ഹാർഡ്നെസ് ടെസ്റ്റിൽ നമ്മൾ റോക്ക്വെൽ ഹാർഡ്നെസ് നമ്പർ ആയിട്ടാണ് അവിടെയും ഹാർഡ്നെസ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ള ചോദ്യം ഡയമണ്ട് കോൺ ഇൻഡന്റർ ഉപയോഗിക്കുന്നത് ഏത് ടെസ്റ്റിനാണ് എന്നുള്ളതാണ്. ഇനി എന്താണ് ഈ ഇൻഡന്റർ എന്ന് പറയാം. നമ്മൾ ഈ മെറ്റീരിയൽ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ മെറ്റീരിയലില് ഇംപ്രഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്, ഒരു പെനട്രേഷൻ കൊടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഒരു ഇൻഡന്റർ ഉപയോഗിക്കും. ആ ഇൻഡന്റർ ചിലപ്പോൾ ബാളിന്റെ ഷേപ്പിലായിരിക്കും, ചിലപ്പോൾ അത് ഡയമണ്ട് കോണിന്റെ ഷേപ്പിലായിരിക്കും ഈ മെറ്റീരിയലിൽ പെനട്രേഷൻ ഉണ്ടാക്കുന്നത്. ഡയമണ്ട് കോൺ എന്ന് പറഞ്ഞ ഇൻഡന്റർ ഏത് ടെസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഡയമണ്ട് ഇൻഡന്ററുകൾ ഈ താഴെ കൊടുത്തിട്ടുള്ള ഓപ്ഷനിൽ 2 ടെസ്റ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് വിക്കേഴ്സ് ഹാർഡ്നെസ് ടെസ്റ്റിലും അതേപോലെ തന്നെ റോക്ക്വെൽ ഹാർഡ്നെസ് ടെസ്റ്റിലും. പക്ഷേ ഡയമണ്ട് കോൺ ഇൻഡന്റർ എന്ന് പറയുകയാണെങ്കിൽ അത് ഉപയോഗിക്കുന്നത് റോക്ക്വെൽ ഹാർഡ്നെസ് ടെസ്റ്റിനാണ്. സാധാരണയായിട്ട് വിക്കേഴ്സ് ഹാർഡ്നെസ് ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന ഡയമണ്ടിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു സ്ക്വയർ ബേസ്ഡ് പിരമിഡൽ ഡയമണ്ട് ഇൻഡന്റർ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വിക്കേഴ്സ് ഹാർഡ്നെസ് ടെസ്റ്റിന് ഉപയോഗിക്കുന്നത്. എന്നാൽ ഡയമണ്ട് കോൺ ഇൻഡന്റർ ഉപയോഗിക്കുന്നത് റോക്ക്വെൽ ഹാർഡ്നെസ് ടെസ്റ്റിനാണ്. അപ്പോൾ ഡയമണ്ട് ഇൻഡന്റർ ഏതിനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് വിക്കേഴ്സ് ഹാർഡ്നെസ് ടെസ്റ്റും പറയാം, അതേപോലെ തന്നെ റോക്ക്വെൽ ഹാർഡ്നെസ് ടെസ്റ്റും പറയാം. പക്ഷേ റോക്ക്വെൽ ഹാർഡ്നെസ് ടെസ്റ്റിൽ നമ്മൾ എന്താണ്, ഒരു ഡയമണ്ട് കോൺ ഇൻഡന്റർ ആണ് ഉപയോഗിക്കുന്നത്. വിക്കേഴ്സ് ഹാർഡ്നെസ് ടെസ്റ്റിൽ നമ്മൾ പറയുന്നത് ഒരു സ്ക്വയർ ബേസ്ഡ് പിരമിഡൽ ഡയമണ്ട് ഇൻഡന്റർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി 2ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇമ്പാക്ട് ടെസ്റ്റ് ആർ യൂസ്ഡ് ടു ഡിറ്റർമിൻ. ഇമ്പാക്ട് ടെസ്റ്റ് എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ഇമ്പാക്റ്റിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു മെറ്റീരിയലിന്റെ കഴിവിനെ നമ്മൾ എന്താണ് പറയുക എന്നുള്ളതാണ് ഇവിടെ ചോദ്യം. അപ്പൊ ഇമ്പാക്ട് ടെസ്റ്റ് ചെയ്യുന്നത് ടഫ്നെസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ് ടഫ്നെസ്? സഡൻ ലോഡ് ഒരു മെറ്റീരിയലിൽ വന്നു കഴിഞ്ഞാൽ അതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു മെറ്റീരിയലിന്റെ കഴിവിനെയാണ് നമ്മൾ ടഫ്നെസ് എന്ന് പറയാം. സ്റ്റീലിന്റെ ഇമ്പാക്ട് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്നത് ഐസോഡ് അല്ലെങ്കിൽ ചാർപ്പി എന്ന് പറഞ്ഞ 2 ടെസ്റ്റുകളാണ് നമ്മൾ ടഫ്നെസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. മെറ്റീരിയലിൽ സ്റ്റീലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അലൂമിനിയം പോലുള്ള മെറ്റീരിയലുകളിലൊക്കെ ഇമ്പാക്ട് ടെസ്റ്റ് ചെയ്യുന്നത് ഐസോഡ് ഇമ്പാക്ട് ടെസ്റ്റോ അല്ലെങ്കിൽ ചാർപ്പി ഇമ്പാക്ട് ടെസ്റ്റോകളാണ് നമ്മൾ ചെയ്യാറുള്ളത്. എന്താണ് ഡക്റ്റിലിറ്റി? ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെറ്റീരിയലിനെ സ്ട്രെച്ച് ചെയ്യാനുള്ള അതിന്റെ എത്രത്തോളം സ്ട്രെച്ച് ചെയ്യാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ച്
ഉള്ള ഒരു മെഷർമെന്റ് ആണ് എന്ത് ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ. സോ ആ പ്രോപ്പർട്ടീനെയാണ് നമ്മൾ എന്ത് പറയുക ഡക്റ്റിലിറ്റി എന്ന് പറയുക. അപ്പോൾ തിൻ വയേഴ്സ് ആക്കി മാറ്റാൻ പറ്റുമെങ്കിൽ അത് മോർ ഡക്റ്റൈൽ എന്ന് നമുക്ക് പറയാം. എന്താണ് ടെനാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ടെനാസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു മെറ്റീരിയലിനെ ഡീഫോം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡീഫോമേഷന് റെസിസ്റ്റ് ചെയ്യുന്ന ആ മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടീനെയാണ് നമ്മൾ ടെനാസിറ്റി എന്ന് പറയാം. ഷിയർ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഷിയറിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവിനെയാണ് എന്ത് പറയുന്നത് ഷിയർ സ്ട്രെങ്ത് എന്ന് പറയാം. മൂന്നാമത്തെ ചോദ്യം നോക്കുക. റെയിൻഫാൾ മാസ് കർവ് ഷോസ് ദ വേരിയേഷൻ ഓഫ്. റെയിൻഫാൾ മാസ് കർവ് ഏതൊക്കെ തമ്മിലുള്ള ഗ്രാഫാണ് എന്നുള്ളതാണ് ചോദ്യം. റെയിൻഫാൾ മാസ് കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഗ്രാഫ് ബിറ്റ്വീൻ അക്യുമുലേറ്റഡ് റെയിൻഫാൾ ആൻഡ് ടൈം. അക്യുമുലേറ്റഡ് റെയിൻഫാൾ അല്ലെങ്കിൽ ക്യുമുലേറ്റീവ് റെയിൻഫാളും ടൈമും തമ്മിലുള്ള ഗ്രാഫിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് റെയിൻഫാൾ മാസ് കർവ് എന്ന് പറയാം. ഇനി ഇതേപോലെ തന്നെ റെയിൻഫാൾ ഇന്റൻസിറ്റിയും ടൈമും തമ്മിലുള്ള ഗ്രാഫിനെയാണ് നമ്മൾ ഹൈറ്റോഗ്രാഫ് എന്ന് പറയാം. റെയിൻഫാൾ ഇന്റൻസിറ്റിയും ടൈമും തമ്മിലുള്ള ഗ്രാഫിനെ നമ്മൾ ഹൈറ്റോഗ്രാഫ് എന്ന് പറയും. അതുപോലെ തന്നെ ഡിസ്ചാർജും ടൈമും തമ്മിലുള്ള ഗ്രാഫിനെ നമ്മൾ ഹൈഡ്രോഗ്രാഫ് എന്ന് പറയും. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 1 hectare-meter ഈസ് ഈക്വൽ ടു. ഒരു ഹെക്ടർ മീറ്റർ എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമുക്ക് സാധാരണയായിട്ട് അറിയാവുന്നത് ഒരു ഹെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000 മീറ്റർ സ്ക്വയർ ആണ് എന്ന് നമുക്കറിയാം അല്ലേ. പക്ഷേ ഹെക്ടർ മീറ്റർ എന്ന് പറയുന്നത് എന്താണ്? വോളിയമാണ്, ഏരിയ അല്ല. ഹെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏരിയയാണ്. ആ ഒരു ഹെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000 മീറ്റർ സ്ക്വയർ ആണ് എന്ന് നമുക്ക് പലർക്കും അറിയുന്നുണ്ടാവും. എന്നാൽ ഒരു ഹെക്ടർ മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഹെക്ടർ ലാൻഡ് ഏരിയയിൽ 1 മീറ്റർ ഹൈറ്റിൽ നമ്മൾ ഉണ്ടാക്കുന്ന വോളിയത്തിനെയാണ് 1 hectare-meter എന്ന് പറയാം. ഒരു ഹെക്ടർ ഏരിയയിൽ 1 മീറ്റർ ഹൈറ്റിൽ ഉണ്ടാക്കുന്ന വോളിയം അല്ലേ. ഇതേപോലെ തന്നെ ഹെക്ടർ സെന്റിമീറ്റർ ചോദിക്കാം, ഹെക്ടർ മില്ലിമീറ്റർ ചോദിക്കാം, അങ്ങനെയൊക്കെ ചോദിക്കാം. ഓക്കെ, അപ്പൊ ഹെക്ടർ മീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഹെക്ടർ ലാൻഡ് ഏരിയയിൽ അല്ലെ ഒരു ഹെക്ടർ ഏരിയയിൽ 1 മീറ്റർ ഹൈറ്റിൽ ഉണ്ടാക്കുന്ന വോളിയം. അപ്പൊ അതിനെ മീറ്റർ ക്യൂബിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു ഹെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000 മീറ്റർ സ്ക്വയർ ആണ്. ഇൻറ്റു മീറ്റർ ഇൻറ്റു 1 മീറ്റർ എന്ന് പറഞ്ഞാൽ ഇൻറ്റു 1 വരും. അപ്പൊ 10,000 മീറ്റർ ക്യൂബ് എന്ന് കിട്ടും. അപ്പോൾ ഒരു ഹെക്ടർ എന്ന് പറയുന്നത് 10,000 മീറ്റർ സ്ക്വയർ ആയ പോലെ ഒരു ഹെക്ടർ മീറ്റർ എന്നാൽ 10,000 മീറ്റർ ക്യൂബാണ്. അത് മനസ്സിലാക്കുക. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആൻ അക്യുഫർ ഇസ് എ ജിയോളജിക്കൽ ഫോർമേഷൻ വിച്ച്. ഒരു അക്യുഫർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് ചോദ്യം. അക്യുഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തായിരിക്കും? ഒരു ടൈപ്പ് ഓഫ് പോറസ് സോയിൽ ആയിരിക്കും, അല്ലെങ്കിൽ പെർമിയബിൾ ആയിട്ടുള്ള സോയിൽ ആയിരിക്കും. വിച്ച് ക്യാൻ സ്റ്റോർ ആൻഡ് ട്രാൻസ്മിറ്റ് വാട്ടർ. അതിന് എന്ത് ചെയ്യാൻ പറ്റും? വെള്ളത്തിനെ സ്റ്റോർ ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ അതിനെ ട്രാൻസ്മിറ്റ് ചെയ്യാനും പറ്റും. സോ അങ്ങനത്തെ പോർഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അക്യുഫർ എന്ന് പറയാം. അങ്ങനത്തെ ജിയോളജിക്കൽ ഫോർമേഷനെയാണ് നമ്മൾ അക്യുഫർ എന്ന് പറയാം. അപ്പോൾ അക്യുഫർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഗ്രാവലിലുള്ളതായിരിക്കാം, അല്ലെങ്കിൽ സാൻഡിലുള്ളതായിരിക്കാം. അതൊക്കെ എന്താണ്? അക്യുഫർ ആണ്. അക്യുഫർ തന്നെ 2 രൂപത്തിലുണ്ട്. കൺഫൈൻഡ് അക്യുഫറും ഉണ്ട്, അൺകൺഫൈൻഡ് അക്യുഫറും ഉണ്ട്. കൺഫൈൻഡ് അക്യുഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ലെയറുകൾക്കിടയിലായിട്ടാണ് വെള്ളം നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ കൺഫൈൻഡ് അക്യുഫർ എന്ന് പറയും. എന്നാൽ അൺകൺഫൈൻഡ് ആണെങ്കിൽ ഒരു ഭാഗം എന്തായിരിക്കും? ഓപ്പൺ ആയിട്ടായിരിക്കും. മറ്റേ ഭാഗത്ത് താഴ്ഭാഗത്ത് എന്തുണ്ടാവും? ഒരു ലെയർ ഓഫ് ക്ലേയോ അല്ലെങ്കിൽ ഒരു ലെയർ ഓഫ് സോയിൽ എന്തെങ്കിലും ഉണ്ടാവും, സാൻഡ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പൊ അതിനെ നമ്മൾ അൺകൺഫൈൻഡ് അക്യുഫർ എന്ന് പറയും. അങ്ങനെ 2 ടൈപ്പ് അക്യുഫർ ഉണ്ട്. സോ അക്യുഫർ എന്ന് പറഞ്ഞാൽ അതൊരു ജിയോളജിക്കൽ ഫോർമേഷൻ ആണ്. ആ ഫോർമേഷന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വെള്ളത്തിനെ സ്റ്റോർ ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ വെള്ളത്തിനെ ട്രാൻസ്മിറ്റ് ചെയ്യാനും പറ്റും. സോ ഇറ്റ് മേ ബി പോറസ് ഓർ പെർമിയബിൾ. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയാ? അക്യുഫർ എന്ന് പറയാം. സോ ഇറ്റ് കണ്ടെയ്ൻ വാട്ടർ ആൻഡ് ആൾസോ ട്രാൻസ്മിറ്റ്സ് എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഗ്രോയിൻസ് ആർ ജനറലി ബിൽറ്റ്. എങ്ങനെയാണ് ഗ്രോയിൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവിടെ ചോദ്യം. അപ്പൊ ആദ്യം എന്താണ് ഗ്രോയിൻസ് എന്ന് പറയാം. നമ്മൾ റിവർ ട്രെയിനിങ് വർക്സിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കുന്ന ഒരു സ്ട്രക്ചർ ആണ് എന്ത്? ഗ്രോയിൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഫിഗറിൽ കാണാം. റിവർ ബാങ്കുകളോട് ചേർന്നുകൊണ്ട് റിവറിനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ റിവറിനെ അതിന്റെ നേരായ ദിശയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ചില സ്ട്രക്ചറുകളാണ് എന്ത്? ഗ്രോയിൻസ് എന്ന് പറഞ്ഞാൽ. ഇനി ഗ്രോയിൻസുകൾ 3 രൂപത്തിലുള്ള ഗ്രോയിൻസുകളുണ്ട്. ഗ്രോയിൻസ് ചിലപ്പോൾ എന്തായിരിക്കും? റിപ്പലിംഗ് ഗ്രോയിൻസ് ആയിരിക്കും, അല്ലെങ്കിൽ റിപ്പലിംഗ് സ്പർ എന്ന് പറയും. അതായത് ഇൻക്ലിനേഷൻ ടു ദി അപ്സ്ട്രീം. അപ്സ്ട്രീമിലോട്ട് ഇൻക്ലിനേഷൻ ഉള്ള വരുന്ന സ്ഥലത്ത് നിന്ന് ഇൻക്ലിനേഷനിലായിക്കൊണ്ട് എന്ത് ചെയ്യും? ഗ്രോയിൻസ് അല്ലെങ്കിൽ സ്പറുകൾ ക്രിയേറ്റ് ചെയ്യും. ഇതേപോലെ തന്നെ രണ്ടാമത്തത് എന്താണ്? അറ്റാച്ചിങ് സ്പർ ആണ്, അല്ലെങ്കിൽ അറ്റാച്ചിങ് ഗ്രോയിൻസ് ആണ്. അത് ഡൗൺ സ്ട്രീമിന് ഇൻക്ലൈൻഡ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുക? ഗ്രോയിൻസ് ഇരിക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് ഫിഗറിൽ കാണുന്നത് പെർപെൻഡിക്കുലർ ഗ്രോയിൻസുകളാണ്, അല്ലെങ്കിൽ ഡിഫ്ലക്റ്റിംഗ് ടൈപ്പ് എന്ന് പറയും. അതെന്താണ്? ബാങ്കുകൾക്ക് പെർപെൻഡിക്കുലർ ആയിട്ടാണ് എന്ത് ചെയ്യുക? ഗ്രോയിൻസുകൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ഇതിൽ 3 പറയാം. ഓൾ ഓഫ് ദി അബവ് ആണ് ഇതിന്റെ ആൻസർ. 3 രൂപത്തിലും എന്ത് ചെയ്യാം? ഗ്രോയിൻസ് ഉണ്ടാക്കാം. ഇനി ഇതല്ലാതെയും ഗ്രോയിൻസുകൾ ഉണ്ട്. വേറെ ചില ഗ്രോയിൻസുകളും ടി ഷേപ്പിലുള്ളതുണ്ട്, ഹോക്കി സ്റ്റിക്ക് ഷേപ്പിലുള്ളതുണ്ട്. അപ്പൊ ആ ഷേപ്പിനനുസരിച്ചും എന്ത് ചെയ്യാറുണ്ട്? ഗ്രോയിൻസുകൾ കൺസ്ട്രക്ട് ചെയ്യാറുണ്ട്. സോ ഇങ്ങനെ പല ടൈപ്പിലുള്ള ഗ്രോയിൻസുകൾ
കൺസ്ട്രക്ട് ചെയ്യാം. ആൻഡ് ഗ്രോയിൻസ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ സ്പറുകൾ ഉണ്ടാക്കുന്നത് റിവർ ട്രെയിനിങ് വർക്സിന്റെ ഭാഗമായിട്ടാണ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പിക്കപ്പ് ദ കറക്റ്റ് സീക്വൻസ് ഓഫ് ദ പാർട്ട് ഓഫ് എ കനാൽ സിസ്റ്റം. ഒരു കനാൽ സിസ്റ്റത്തിന്റെ കറക്റ്റ് സീക്വൻസ് ഏതാണ് എന്നുള്ളതാണ് താഴെ കൊടുത്തിട്ടുള്ള ഓപ്ഷനിൽ ഏതാണ് കറക്റ്റ് സീക്വൻസ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമ്മളൊരു കനാലിൽ ഒരു മെയിൻ റിവറിലാണ് ഒരു റിവറിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഹെഡ് വർക്ക് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഒരു റിവറിൽ നമ്മൾ എന്ത് ചെയ്തു, ഒരു ഹെഡ് വർക്ക് ഫോം ചെയ്തു. ആ ഹെഡ് വർക്ക് ഫോം ചെയ്തിട്ട് നമ്മൾ ആദ്യമായി അതിന് വരുന്ന ബ്രാഞ്ച് എന്ന് പറയുന്നത് മെയിൻ കനാൽസ് ആണ്. ഓക്കെ, ഒരു റിവറിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ കനാൽസ് ഫോം ചെയ്യുന്നത്. കനാൽ ഫോം ചെയ്യുന്നത്. അങ്ങനെ റിവറിൽ നിന്ന് കനാൽ ഫോം ചെയ്യുന്ന അവിടെ ആയിരിക്കും എന്ത് ചെയ്യുക, ഹെഡ് വർക്ക് ഉണ്ടാവുക. അപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നത് ഹെഡ് വർക്കിൽ നിന്നാണ്. എന്നിട്ട് ആ ഹെഡ് വർക്ക് തിരിഞ്ഞു പോകുന്നത് ആദ്യം എന്താണ്, മെയിൻ കനാലാണ്. ഓക്കെ, ആ മെയിൻ കനാലിൽ നിന്ന് പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ബ്രാഞ്ച് കനാലിലേക്ക് അതിനെ കൊണ്ടുപോകും. അപ്പൊ ഹെഡ് വർക്ക് കഴിഞ്ഞിട്ട് മെയിൻ കനാൽ, പിന്നെ ബ്രാഞ്ച് കനാൽ. സോ അതിനുശേഷം ബ്രാഞ്ച് കനാൽ കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് മേജർ കനാലാണ്, പിന്നെ വരുന്നത് മൈനർ കനാലാണ്, അതിനുശേഷം വരുന്നത് ഫീൽഡ് ചാനൽസ് ആണ്, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടറീസ് എന്ന് നമ്മൾ പറയും. അപ്പോൾ ആദ്യം ഹെഡ് വർക്ക്, മെയിൻ കനാൽ, ബ്രാഞ്ച് കനാൽ, മേജർ കനാൽ, മൈനർ കനാൽ ആൻഡ് ദെൻ ഡിസ്ട്രിബ്യൂട്ടറി. അപ്പൊ ഇങ്ങനെയാണ് ശരിക്കും കറക്റ്റ് സീക്വൻസ് വരുന്നത്. ഇപ്പൊ താഴെ കൊടുത്തിട്ടുള്ള ഓപ്ഷനിൽ ഒന്നും അങ്ങനത്തെ ഒരു സീക്വൻസ് നമുക്ക് കാണാൻ പറ്റുന്നില്ല. സോ ഇതിന്റെ ആൻസർ ഓർത്ത് വെക്കുക, ഹെഡ് വർക്ക്, മെയിൻ കനാൽ, ബ്രാഞ്ച് കനാൽ, മേജർ കനാൽ, മൈനർ കനാൽ ആൻഡ് ദെൻ ഡിസ്ട്രിബ്യൂട്ടറീസ് അല്ലെങ്കിൽ ഫീൽഡ് ചാനൽസ് എന്ന് നമ്മൾ അതിനെ പറയും. ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദ നമ്പർ ഓഫ് ലിങ്ക്സ് പെർ മീറ്റർ ലെങ്ത് ഓഫ് എ മെട്രിക് ചെയിൻ. ഒരു മെട്രിക് ചെയിനിന്റെ 1 മീറ്റർ ലെങ്ത്തിൽ എത്ര ലിങ്കുകൾ ഉണ്ടാവും? നമുക്കറിയാം, ഒരു മെട്രിക് ചെയിന് 20 മീറ്റർ അല്ലെങ്കിൽ 30 മീറ്റർ ആണ് നീളം ഉണ്ടാവുക. അതിൽ 20 മീറ്ററിന്റെ ചെയിൻ ആണെങ്കിൽ അതിൽ 100 ലിങ്ക് ഉണ്ടാവും. അപ്പൊ 20 മീറ്ററിൽ 100 ലിങ്ക് ഉണ്ടെങ്കിൽ 100 ഡിവൈഡഡ് ബൈ 20 ചെയ്യുമ്പോൾ തന്നെ നമുക്ക് 1 മീറ്ററിലുള്ള ലിങ്കിന്റെ എണ്ണം കിട്ടും അല്ലേ? അപ്പൊ 100 ഡിവൈഡഡ് ബൈ 20 എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പോൾ 1 മീറ്റർ ലെങ്ത്തിൽ എന്തുണ്ടാവും, 5 ലിങ്കുകൾ ഉണ്ടാവും. അത് 30 മീറ്ററിന്റെ മെട്രിക് ചെയിൻ ആണെങ്കിലും 20 മീറ്ററിന്റെ മെട്രിക് ചെയിൻ ആണെന്നുണ്ടെങ്കിലും 1 മീറ്ററിൽ 5 ലിങ്കുകളാണ് ഉണ്ടാവുന്നത്. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദ റിമൂവൽ ഓഫ് പാരലാക്സ് മേ ബി അച്ചീവ്ഡ് ബൈ ഫോക്കസിംഗ്. പാരലാക്സ് എറർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതൊക്കെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നാണ്. എന്താണ് പാരലാക്സ് എറർ? പാരലാക്സ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ടെലിസ്കോപ്പിനകത്തു കൂടെ സൈറ്റ് ചെയ്യുമ്പോൾ ഒരേ സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, ഒബ്ജക്റ്റിനെയും അതേപോലെ തന്നെ ക്രോസ് ഹെയറും വിസിബിൾ ആവണം. നമ്മളൊരു ടെലിസ്കോപ്പിനകത്തുകൂടെ സൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ക്രോസ് ഹെയറും അതേപോലെ തന്നെ ഒബ്ജക്റ്റും വിസിബിൾ ആവണം. സോ ഇപ്പോൾ രണ്ടും ഒരേ പ്ലെയിനിലാണെങ്കിൽ മാത്രം, പ്ലെയിൻ ഓഫ് ക്രോസ് ഹെയർസും അതേപോലെ തന്നെ ഒബ്ജക്റ്റിന്റെ ഇമേജ് പ്ലെയിനും ഒരേ പ്ലെയിനിലാണെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഒരേ സമയത്ത് ക്രോസ് ഹെയറും ഒബ്ജക്റ്റും വിസിബിൾ ആവുന്നത്. ഇത് രണ്ടും ഒരേ പ്ലെയിനിലല്ല എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ പാരലാക്സ് എറർ എന്ന് പറയുന്നത്. സോ പാരലാക്സ് എറർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഐ പീസിനെ ഫോക്കസ് ചെയ്യും. ഐ പീസിനെ ഫോക്കസ് ചെയ്യുന്നത് ഒരു വൈറ്റ് പേപ്പർ വെച്ചിട്ട് ആദ്യം ഐ പീസിനെ ഫോക്കസ് ചെയ്യും. അതിനുശേഷം ഏത് ഒബ്ജക്റ്റിനെയാണോ നമുക്ക് സൈറ്റ് ചെയ്യേണ്ടത് ആ ഒബ്ജക്റ്റിലേക്ക് നോക്കിക്കൊണ്ട് ഒബ്ജക്റ്റീവിനെ ഫോക്കസ് ചെയ്യും. അപ്പോൾ ഐ പീസിനെ ഫോക്കസ് ചെയ്യും, അതിനുശേഷം ഒബ്ജക്റ്റീവിനെ ഫോക്കസ് ചെയ്യും. അപ്പോൾ ഒരു പാരലാക്സ് എറർ റിമൂവ് ചെയ്യപ്പെടണം എന്നുണ്ടെങ്കിൽ അവിടെ ഐ പീസിനെയും അതേപോലെ തന്നെ ഒബ്ജക്റ്റീവിനെയും ഫോക്കസ് ചെയ്യണം. അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ഫോക്കസിംഗ് ദി ഐ പീസ് ആൻഡ് ഒബ്ജക്റ്റീവ്. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദ മാഗ്നറ്റിക് ബെയറിംഗ് ഓഫ് എ ലൈൻ ഈസ് 32 ഡിഗ്രി ആൻഡ് ദ മാഗ്നറ്റിക് ഡിക്ലിനേഷൻ ഈസ് 5 ഡിഗ്രി 20 മിനിറ്റ്സ് വെസ്റ്റ്. ഇറ്റ്സ് ട്രൂ ബെയറിംഗ് ഈസ്. ഒരു ലൈനിന്റെ മാഗ്നറ്റിക് ബെയറിംഗ് 32 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. അതിന്റെ മാഗ്നറ്റിക് ഡിക്ലിനേഷൻ 5 ഡിഗ്രി 20 മിനിറ്റ് എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ട്രൂ ബെയറിംഗ് എത്ര എന്നുള്ളതാണ് ചോദ്യം. ആദ്യം മനസ്സിലാക്കേണ്ടത്, ഡിക്ലിനേഷൻ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് നോർത്തും അതേപോലെ തന്നെ ട്രൂ നോർത്തും തമ്മിലുണ്ടാക്കുന്ന ആംഗിളിനെയാണ് ഡിക്ലിനേഷൻ എന്ന് പറയാം. ട്രൂ നോർത്തിന്റെ അല്ലെങ്കിൽ ട്രൂ മെറീഡിയന്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് മാഗ്നറ്റിക് മെറീഡിയൻ നിൽക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ ഡിക്ലിനേഷൻ വെസ്റ്റ് എന്നും, ട്രൂ മെറീഡിയന്റെ റൈറ്റ് സൈഡിലാണ് മാഗ്നറ്റിക് മെറീഡിയൻ നിൽക്കുന്നതെങ്കിൽ അതിനെ ഡിക്ലിനേഷൻ ഈസ്റ്റ് എന്നും പറയും. അപ്പൊ ഇവിടെ തന്നിട്ടുള്ളത് ഡിക്ലിനേഷൻ വെസ്റ്റ് ആണ്. അതിന്റെ അർത്ഥം ട്രൂ മെറീഡിയന്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് മാഗ്നറ്റിക് മെറീഡിയൻ നിൽക്കുന്നത്. ഇനി മാഗ്നറ്റിക് ബെയറിംഗ് തന്നിട്ടുള്ളത് 32 ഡിഗ്രിയാണ്. അപ്പൊ മാഗ്നറ്റിക് മെറീഡിയനിൽ നിന്നാണ് മാഗ്നറ്റിക് ബെയറിംഗ് മെഷർ ചെയ്യുന്നത്. അപ്പൊ അത് 32 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്രയാണ് ട്രൂ ബെയറിംഗ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എല്ലാവർക്കും ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും.
ട്രൂ ബെയറിംഗ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ബെയറിംഗിൽ നിന്ന് ഡിക്ലിനേഷൻ സബ്ട്രാക്ട് ചെയ്യുന്നതാണ്. അപ്പൊ ഡിക്ലിനേഷൻ വെസ്റ്റ് വന്നാൽ മാഗ്നറ്റിക് ബെയറിംഗിൽ നിന്ന് ഡിക്ലിനേഷൻ സബ്ട്രാക്ട് ചെയ്യുമ്പോഴാണ് ട്രൂ ബെയറിംഗ് കിട്ടുക. അപ്പോൾ 32 ഡിഗ്രിയിൽ നിന്ന് 5 ഡിഗ്രി 20 മിനിറ്റ് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 26 ഡിഗ്രി 40 മിനിറ്റ് എന്ന് ആൻസർ കിട്ടും. ഇനി ഇത് തന്നെ ഡിക്ലിനേഷൻ ഈസ്റ്റ് ആയിരുന്നെങ്കിൽ നമ്മളവിടെ മാഗ്നറ്റിക് ബെയറിംഗിന്റെ കൂടെ ഡിക്ലിനേഷൻ ആഡ് ചെയ്യുമ്പോഴാണ് ട്രൂ ബെയറിംഗ് നമുക്ക് കിട്ടുക. അപ്പോൾ ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ.